കാറ്റ്സ് ക്ലൂ വന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിൽ കൂടുതലായി. ചെറിയൊരു സ്റ്റെം എവിടുന്നോ ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതോടെ കൊണ്ടുവച്ച് 20-25 വർഷം പ്രായമുള്ള ചെടികൾ വരെ ഇതിനകത്തുണ്ടായിരുന്നു. ഫ്ലവറിംഗ് പ്ലാന്റ്സിനെല്ലാം പൊതുവെ വെയിൽ വേണം. ഏത് പ്ലാന്റും നമ്മൾ പ്രൂൺ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മിനി ചേച്ചിയുടെ ഗാർഡനിലാണ്. ഞാനിവിടെ വന്നിരുന്നത് ഈ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ചേച്ചി ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. നമുക്ക് ഈ ഗാർഡനൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും പ്ലാന്റിന്റെ കെയർ എങ്ങനെയാണ് ചേച്ചി കൊടുക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു പോവാം. ഓക്കെ ചേച്ചി, നല്ല ഭംഗിയുണ്ട് ചേച്ചിയുടെ ഗാർഡൻ കാണാൻ. ചേച്ചി എത്ര നാളായിട്ട് ഇപ്പൊ ഗാർഡൻ തുടങ്ങിയത് മോണെ ഒരു 10-28 വർഷം കൊണ്ട്. 28 ഞാൻ എനിക്ക് ഒരു അറിവായപ്പോ തുടങ്ങിയ ചെടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിങ്ങനെ കൊണ്ട് നടന്നു. പിന്നെ ഇത് കാറ്റ്സ് ക്ലൂ വന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിൽ കൂടുതലായി. ചെറിയൊരു സ്റ്റെം എവിടുന്നോ ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതോടെ കൊണ്ടുവച്ച് പിന്നെ കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ ആ മതിലിന്റെ ഒരു വൃത്തിയോടൊന്ന് മാറാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാ. അപ്പൊ ലീഫ് ഒത്തിരി കൂടുതലായിരുന്നു. അപ്പൊ അതിനെ കട്ട് ചെയ്ത് ലെവലാക്കി ഞാനിതിന് ഇപ്പം നല്ല ഭംഗിയായിട്ട് അത് പൂത്ത് നിൽക്കുന്നു. ഇച്ചിരി വളമൊക്കെ കൂടുതൽ ഇട്ടു. കഴിഞ്ഞുള്ള വളങ്ങൾ കഴിഞ്ഞ വർഷം കുറച്ചേ സാധാരണ നമ്മൾ ചെയ്യുന്ന DAPയും പൊട്ടാഷ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. അല്ലാതെ പ്രത്യേകിച്ച് ഒന്ന് ഇതിന് വേണ്ടിയിട്ടൊന്നും നമ്മള് ഡെയിലി വെള്ളം ഒഴിക്കും. കാരണം ഇല വെള്ളമില്ലെന്നൊരു. പക്ഷെ എനിക്ക് ചെടികളെ ഇല നല്ല ഭംഗി കണ്ടുകൊണ്ടാണ് ഞാനിത് മുമ്പേ എടുത്തത്. അതിന് ഭംഗിയാണ്. ഇതല്ലാതെ ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഏതാ? എനിക്ക് അഡീനിയം ഭയങ്കര ഇഷ്ടമാ. ഓർക്കിഡ് ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്കത് ശരിയാവുന്നില്ല. ഒച്ചിന്റെ ശല്യമൊക്കെ ഇവിടെ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ വേണ്ടത്. അടീനിയത്തിന് ഇത് ഈ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. വെള്ളം എനിക്ക് അതും കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വർഷം എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് പറ്റിയായിരുന്നു. അപ്പൊ അതോടുകൂടി വെള്ളം കെട്ടി നിന്ന് ഇതിന്റെ കോഡെക്സ് വേഗം അങ്ങ് ചീത്തയായി. നമ്മളത് മാനേജ് ചെയ്ത് ഇതൊക്കെ നല്ല ഇതൊക്കെ ഇതിനകത്ത് എനിക്ക് 20-25 വർഷം പ്രായമുള്ള ചെടികൾ വരെ ഇതിനകത്തുണ്ടായിരുന്നു. നല്ല ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് പോലെ ഇരിക്കും. പിന്നെ അതിന്റെ ഒരു കാര്യങ്ങൾ ഈ ഗ്രീനിഷ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ അങ്ങോട്ട് വരെ അങ്ങ് എത്തിച്ചു. നല്ല ഗ്രീൻ കളറായി. ഇതിപ്പം ഇത് ഒരു മുല്ലയാ, മണിമുല്ല. ഇത് നിറച്ച് തിക്കായിട്ട് ഇതിന്റെ പിക്ചറൊക്കെ എന്റെ കയ്യിലുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന നല്ല വെയില് വേണ്ട. ഇതിന് വെയില് വേണം. ഫ്ലവറിംഗ് പ്ലാന്റ്സിനെല്ലാം പൊതുവെ വെയില് വേണം. പിന്നെ വെള്ളം കഴിച്ചു കൊടുക്കും. വെള്ളം പിന്നെ ഇത് എനിക്ക് അടീനിയത്തിന്റെ ഫ്ലവറിനേക്കാളും കൂടുതൽ ഇഷ്ടം അതിന്റെ കോഡെക്സിനോടാണ് കൂടുതൽ താല്പര്യം. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് പിങ്ക് പിങ്ക് ഇവിടെ വരുന്നത് അതിന്റെ ഒരു ഔട്ട്ലൈൻ തന്നെ വന്നു. അത് നോക്കിക്കും. ഇത് കണ്ട് ഇത് ശരി. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതിനും നമുക്ക് ഡെയിലി വെള്ളം ഇപ്പോഴത്തെ ഈ ചൂടിന് ഡെയിലി വെള്ളം അത്യാവശ്യം. അല്ല ഈ കോഡെക്സ് ഒന്ന് ഇങ്ങനെ ചുരുങ്ങി വരുന്നത് എന്തുകൊണ്ട്? അത് വെള്ളം കൂടുതലും ഉണ്ടാവും. വെള്ളം കൂടുതലാവും. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് വെള്ളം കൊടുക്കാതൊന്നും മാറ്റി വെച്ചാൽ. ഇതിന് പ്രത്യേകിച്ച് ഇത് സാഫാണ്. അടീനത്തിന് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഞാനൊരു 2 ആഴ്ച കൂടുമ്പോൾ കഴിക്കുമ്പോൾ സാഫ് സ്പ്രേ. വെള്ളം കൂടുതലാ മഴ പെയ്യുന്ന ആ ക്ലൈമറ്റിൽ നമ്മൾ സാഫ് ഞങ്ങൾ മഴയുള്ള സമയത്ത് ചേച്ചി ഇത് മാറ്റുമോ? മഴയുള്ള സമയത്ത് ആദ്യമൊക്കെ മാറ്റുമോ? ഇത്രയും വലിയതൊന്നും എടുത്ത് മാറ്റാൻ പ്രയാസം. അപ്പൊ അത് തന്നെ അവിടെ അന്നേരം പിന്നെ അതിന് വേണ്ടിട്ട് ഇതിന് ഒരു കോലിട്ട് കുത്തി പിന്നെ ആ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ. ഇത് ചേച്ചി പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ്? പ്രൂൺ ചെയ്ത് കൊടുക്കും. ഏത് പ്ലാന്റും നമ്മൾ പ്രൂൺ ചെയ്യുന്നത് പോലെ ഇരിക്കും. തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട്. ഇത് പ്ലാന്റ് വില്ലയുടെ കുറെ ഷെയ്ഡുണ്ട്. എനിക്ക് അതും 2-3 ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഇതെന്താ ചേച്ചി? ഇത് ഗോൾഡൻ കാസ്കേഡ്. ശരി. ഇത് തന്നെ അടുത്ത ബ്രാഞ്ച് ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു. ഇതുകൊണ്ട് തന്നെ പുതിയ തൈയൊക്കെ ഉണ്ടാവും. നല്ല ഷെയ്ഡാ. ഇതെനിക്ക് ഭയങ്കര ആഫ്രിക്കൻ വയലറ്റ്. ഇതിനും വെള്ളം അധികം പറ്റത്തില്ല. അതുപോലെ പിന്നെ വെയിലും ഡയറക്റ്റ് വെയില് പറ്റത്തില്ല. ഇതിന്റെ ഈ ലീഫിൽ നിറച്ച് ഈ ലീഫാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഈ ലീഫ് മുറിച്ച് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ അവിടെ കൂടി പുതിയ ബ്രാഞ്ചസ് വരും. ലീഫിലും നല്ലതായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്നതുണ്ട്. അത് തന്നെ. എല്ലാം അഗ്ലോണിമ സൈസ്.
ഓർക്കിഡും അതുപോലെ കുറെ ഇതുണ്ടായിരുന്നു. ഓർക്കിഡിന്റെ നല്ല കളക്ഷൻ ഉണ്ട്. ചേച്ചി ഇതൊക്കെ വാങ്ങിക്കുന്നത് എങ്ങനെയാ? വാങ്ങിക്കുന്ന പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എവിടെ പോകുന്നു അവിടെ വെച്ച് കിട്ടുമ്പോ അവിടെ നിന്ന് അങ്ങ് വാങ്ങിക്കുന്നു. അതാണ് അതിന്റെ. അതുപോലെ ആ ഗോൾഡൻ കാസ്കേഡ് നല്ല വെയിലുള്ളിടത്തേക്ക് കിളിക്കത്തുള്ളൂ. ഞാൻ ഇവിടെ മാറ്റി വെച്ചണക്കെ അതിന് ഒട്ടുപോലും ഒന്നും വന്നിട്ടില്ല. കണ്ടോ? ഇവിടെ ഇത്രയും പടർന്നടക്ക പോലും അതിന് അപ്പൊ അതിനൊക്കെ വെയില് വേണമെന്നാ അതിന്റെ കൂട്ടത്തിൽ ഞാനിപ്പം ആ സ്പേസ് ഉള്ളിടത്ത് ഇത് ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ വെച്ചു. കാരണം അവിടോട്ട് വളർന്നു വരാൻ വേണ്ടിട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് വെളിയിൽ ആ പൈപ്പിലെ വെച്ചേക്കുന്നുണ്ട്. അതിന് നല്ല വെയില് വേണം. ആ സൈഡ് വെയില് കിട്ടുന്നു. രാവിലെ ബിഗോണിയയ്ക്ക് ഡയറക്റ്റ് വെയില് കിട്ടുന്നില്ലല്ലോ. ബിഗോണിയക്ക് കുറച്ച് വെയിലും ആകാം. പക്ഷെ വെയിലും അങ്ങനെ പറ്റത്തില്ല, ഡയറക്റ്റ് ഒന്നും പറ്റത്തില്ല. ഈ ഇതൊക്കെ ചേച്ചിയുടെ ഐഡിയ ആണോ? അത് ഞാൻ വെട്ടിവിടുന്നതാ മുന്നേ. അരേലിയ പ്ലാന്റ് സത്യത്തിൽ ആദ്യം ഇതിൽ ഓർക്കിഡ്സ് ആയിരുന്നു വെച്ച് ഒരു കൊട വെച്ച് കൊട വെച്ചപ്പോ വീട് മറയുന്നെന്ന് കണ്ടോണ്ട് അതങ്ങ് മാറ്റി.